വാണിയംകുളം ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ബിജെപി. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേവലം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ മാത്രമുണ്ടായ അക്രമമല്ലെന്നാണ് ബിജെപിയുടെ ആരോപണം. പാർട്ടിക്കുള്ളിലെ അഴിമതി തുറന്നു കാണിച്ചതിനാണ് വിനീഷിന് നേരെ അക്രമം ഉണ്ടായതെന്നും വാണിയംകുളം പഞ്ചായത്തിലെ ഉന്നത നേതാക്കന്മാരുടെ ഗൂഢാലോചനയിലാണ് അക്രമം നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ അക്രമികളെ അല്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതോട് കൂടിയിട്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറാവരുത്. നേരത്തെ സൂചിപ്പിച്ച ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. എവിടെ ഇരുന്നാണ് ഗൂഢാലോചന നടത്തിയത്, അതിനുള്ള പങ്കാളികൾ ആരൊക്കെയാണ്, ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ പ്രതികളുടെ തന്നെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിസ്സാരമായി സാധാരണ ഒരു ഫേസ്ബുക്കിലുണ്ടായ ഒരു പോസ്റ്റിനെ ചൊല്ലിയുള്ള അക്രമമായി ചിത്രീകരിക്കാതെ ഇത് യഥാർത്ഥത്തിൽ അഴിമതി മൂടി വയ്ക്കാനും പൊതുജനങ്ങളുടെ മൊത്തത്തിൽ വായടപ്പിക്കാനും ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ വിലയിരുത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ തക്കതായ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചകരെ പുറത്തു കൊണ്ടുവരികയും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസ് തയ്യാറാവണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും വേണുഗോപാൽ പറഞ്ഞു. പ്രതികൾക്ക് മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായും ആരോപണം ഉന്നയിച്ചു. MR മുരളിയെ 2010 ആക്രമിച്ച കേസിൽ പ്രതി ചേർത്ത ഒരാൾ ഈ കേസിലും പ്രതിയാണ്. കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ഗൂഢാലോചനക്കാരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നും വേണുഗോപാൽ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രതി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനാണെന്നിരിക്കെ അവൻ മകൻ മാത്രമല്ല പാർട്ടിയുടെ നേതാവുമായ സ്ഥിതിക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാവേണ്ടതായിരുന്നു. അതിനു പകരം ആ സ്ഥാനങ്ങളിൽ തന്നെ ഇരുന്ന് തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുമാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം പ്രതികളെ സസ്പെൻഡ് ചെയ്യുകയല്ല, മറിച്ച് പുറത്താക്കുകയാണ് വേണ്ടതെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകൻ കേസിൽ പ്രതിയായ സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിച്ച് പ്രസിഡന്റ് രാജിവെക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായുള്ള സമരവുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാട്ടിൽ സമാധാനം നിലനിൽക്കണം. അത് ഞങ്ങളുടെ പാർട്ടിക്കാര് ചെയ്താൽ നിങ്ങൾക്ക് എന്താ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. ഇപ്പൊ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പത്രക്കുറിപ്പ് അവർ പറയുന്നത് ഈ ആക്രമിക്കപ്പെട്ട വിനീഷിന്റെ അച്ഛനും കുടുംബമൊക്കെ CPM കുടുംബമാണെന്നുള്ളതാണ്. വിനീഷ് ഏത് പാർട്ടിക്കാരനാണോ, വിനീഷിന്റെ അച്ഛൻ ഏത് പാർട്ടിക്കാരനാണോ, അതിനൊന്നും ഇവിടെ പ്രസക്തിയേ ഇല്ല. കാരണം ഇവിടെ ഒരു മനുഷ്യ ജീവനെയാണ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്തതിന്റെ പേരിലുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിലെ സഹകരണ ബാങ്കിലെ മുക്കുവണ്ട പണയ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടുള്ള വ്യക്തിയുമായതുകൊണ്ട് ഇതിൽ വളരെ ശക്തമായുള്ള അന്വേഷണം ആവശ്യമാണ്. ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടും ഈ പൊതുജനങ്ങളെ മൊത്തം വായടപ്പിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ പാർട്ടി വീണ്ടും ആവശ്യപ്പെടുന്നു. 1, ഗൂഢാലോചകരെ അറസ്റ്റ് ചെയ്യണം. 2, ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം. ഈ ആവശ്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുക. ജില്ലാ സെക്രട്ടറി N മണികണ്ഠൻ, മേഖലാ സെക്രട്ടറി AP പ്രസാദ്, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.